തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന് സുരേഷ് ഗോപി. വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ ടി.എൻ. പ്രതാപൻ നാളെ പോലീസിൽ മൊഴി നൽകും. ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാമെന്ന് സുരേഷ് ഗോപി കരുതേണ്ടെന്ന് ടി.എൻ. പ്രതാപൻ. സംസ്ഥാനതല കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര നിയമം മാറ്റണമെന്ന് മുഖ്യമന്ത്രി. പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ നാളെ വാദം നടക്കും. ദേശീയപാത അതോറിറ്റിയും കരാറുകാരുമാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ചിങ്ങമാസത്തെ പ്രതീക്ഷയോടെ വരവേറ്റ് മലയാളികൾ. ഇനി ഓണനാളുകളിലേക്കുള്ള കാത്തിരിപ്പ്. ടി.സി.വിക്ക് ഇന്ന് 22ാം പിറന്നാൾ. തൃശൂർ ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. വാർത്തകൾ വിശദമായി. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വോട്ടർ പട്ടിക ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന് സുരേഷ് ഗോപി. തൃശൂരിലെ ശക്തൻ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ശക്തൻ തമ്പുരാൻ ശക്തനായ ഭരണാധികാരിയായിരുന്നുവെന്നും ആ ശക്തനെ തിരിച്ചുപിടിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ശക്തൻ തമ്പുരാന്റെ ആത്മാവ് ഉൾക്കൊണ്ട് പ്രവർത്തനം നടത്തുമെന്നും കൂട്ടിച്ചേർത്തു. താൻ മന്ത്രിയാണെന്നും ആ ഉത്തരവാദിത്തം കാണിച്ചുവെന്നും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതുമല്ലെങ്കിൽ കേസ് സുപ്രീം കോടതിയിലെത്തുമ്പോൾ അവിടെ ചോദിക്കാം. കേന്ദ്രമന്ത്രി ആയതിനാലാണ് പ്രതികരിക്കാതിരുന്നത്. ചില വാനരന്മാർ ഉന്നയിക്കലുമായി ഇറങ്ങി. അക്കരെയും ഇക്കരെയുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവർ കോടതിയിൽ പോകട്ടെ. കോടതിയും അവർക്ക് മറുപടി നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയെ പരിഹസിച്ച് സുരേഷ് ഗോപി പ്രതികരിച്ചു. രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ അല്ലേ? ഇക്കരയായാലും ഇക്കരയായാലും അവിടെ പോയി ചോദിക്കാൻ പറ. ആരോപണങ്ങളുമായി ഇറങ്ങിയ വാനരന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കട്ടെ എന്നും ചോദ്യങ്ങൾക്ക് കമ്മീഷനാണ് മറുപടി പറയേണ്ടതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ടി.സി.വി ന്യൂസ്, തൃശൂർ. തൃശൂരിൽ ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുമെന്ന് തനിക്ക് നേരത്തെ വിവരം ലഭിച്ചുവെന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി ശോഭാ സുരേന്ദ്രൻ. ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിലൂടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചത്. പോലീസുകാർ മാത്രമല്ല, എല്ലാ മേഖലയിലെയും പ്രമുഖരുമായി ആശയവിനിമയം നടത്താറുണ്ടെന്നും അവർ വിശദീകരിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ടോൾ പ്ലാസ സമരത്തിൽ പോലീസ് തന്നെ മർദ്ദിച്ചതിനെക്കുറിച്ചും ശോഭാ സുരേന്ദ്രൻ പരാമർശിച്ചു. ടോൾ സമരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ പഴയ വീഡിയോ, ഒരു വലിയ മാധ്യമങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളെല്ലാം ചിതറി ഓടി. ടി.സി.വി ചാനലിൽ മാത്രമാണ് ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. എന്നെ വളഞ്ഞിട്ട് എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും തല്ലാനും സർജറി നടത്തുന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനും അന്ന് നേതൃത്വം കൊടുത്ത ഒരു പോലീസ് അധികാരി ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ആ സമരം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ മാന്യത കൊണ്ട് ഞാൻ പറഞ്ഞോ, എന്നെ അടിച്ചു, എൻ്റെ തല പൊളിച്ചു, എന്നെ ആശുപത്രിയിൽ 8 ദിവസക്കാലം ഞാൻ കിടന്നു. അതിനുശേഷമാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. ആ പോലീസ് അധികാരി ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്താ പറയാതിരുന്നത്? കാരണം അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. സമരം നടക്കുന്ന സമയത്ത് അടിക്കും, സമരം നടത്തുന്ന സമയത്ത് ജലപീരങ്കി പ്രയോഗിക്കും, സമരം നടത്തുന്ന സമയത്ത് ഞങ്ങളെ ആക്രമിക്കും. അതെങ്ങനെയാണ്? നേർക്ക് നേർ നിന്നുകൊണ്ടാണ്. എന്നാൽ പിറകിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ അടിച്ച് ഇല്ലാതാക്കി കളയാമെന്നുള്ള വ്യാമോഹത്തോടുകൂടി പടിയെടുക്കുന്നവർക്ക് താമ്രപത്രവും, എന്നാൽ സത്യസന്ധമായി ബി.ജെ.പിക്കാർ ഇവിടെ നിലനിൽക്കണം ആരോഗ്യത്തോടുകൂടി എന്നാഗ്രഹിക്കുന്നവരെ ചുറ്റി വളഞ്ഞ് പരിശോധന നടത്തിയിട്ടൊന്നും ഒരു ഉണ്ടയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ അറിയിക്കുക. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ തിങ്കളാഴ്ച മൊഴി നൽകാൻ ടി.എൻ. പ്രതാപന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നോട്ടീസ്.
മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരല്ലാത്ത സുരേഷ് ഗോപി ഉൾപ്പെടെ 11 പേർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ബൂത്ത് നമ്പർ 115-ൽ വോട്ട് ചേർത്തത് വ്യാജ സത്യവാങ്മൂലം നൽകിയാണെന്ന് കാണിച്ചാണ് പ്രതാപൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത്. പരാതിയിന്മേലുള്ള അന്വേഷണം കമ്മീഷണർ ACPക്ക് കൈമാറുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കരുതേണ്ടെന്ന് KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗവും മുൻ MP-യുമായ TN പ്രതാപൻ. തൃശൂരിലാണ് താമസിക്കുന്നതെങ്കിൽ ആ വിലാസത്തിൽ വരാനിരിക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിലും സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും പേരുകൾ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ട് തിരുവനന്തപുരത്താണ്. തൃശൂരിന്റെ പ്രതിനിധിയാകാനുള്ള യോഗ്യതയില്ലെന്ന് തെളിയിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തതെന്നും TN പ്രതാപൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ഇറങ്ങിയവരെ വാനരന്മാരോട് ഉപമിച്ച സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിന് മറുപടിയുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കണ്ണാടിയിൽ നോക്കിയുള്ള പരാമർശമാണ് സുരേഷ് ഗോപി നടത്തിയതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. അനധികൃതമായി വോട്ട് ചേർത്ത വിഷയമാണ് കോൺഗ്രസ് ഉന്നയിച്ചതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഞങ്ങളുടെ MP എന്ന നിലയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ കണ്ണാടിയിൽ നോക്കാതെ, TV-യിൽ വരുന്ന വാർത്തയാണെങ്കിൽ TV-യുടെ മോണിറ്ററോ പത്രങ്ങളിലാണെങ്കിൽ പത്രം വായിച്ചിട്ടോ മറുപടി പറയാൻ ബഹുമാന്യനായ MP തയ്യാറാകണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമല്ല തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അപമാനമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹം ഈ പ്രയോഗത്തിലൂടെ തൃശ്ശൂരിലെ വോട്ടർമാരെയും ജനങ്ങളെയും അവഹേളിച്ചിരിക്കുകയാണ്. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര നിയമം മാറ്റണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനതല കർഷക ദിനാഘോഷം തൃശൂരിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ കാർഷിക മേഖല വളർച്ചയുടെ പാതയിലാണെന്നും ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികം വളർച്ച കൈവരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സമഗ്ര കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ 2365 കോടി രൂപയുടെ കേര പദ്ധതി നടപ്പിലാക്കുകയാണ്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകബാങ്കിന്റെ ബൃഹത് പദ്ധതി കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 150-ലധികം അഗ്രിടെക് സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞു. വന്യമൃഗശല്യം തടയാൻ കേന്ദ്ര നിയമത്തിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കർഷകൻ ജോസ് പള്ളൻ, കർഷക തൊഴിലാളി AR സംഗീത എന്നിവരെ മന്ത്രി K. രാജൻ ആദരിച്ചു. കർഷക അവാർഡ് ജേതാക്കളുടെ വിജയഗാഥ കോർത്തിണക്കിയ ഹരിതഗാഥ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. മേയർ MK വർഗീസ്, MLA-മാരായ P. ബാലചന്ദ്രൻ, NK അക്ബർ, AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, UR പ്രദീപ്, സനീഷ് കുമാർ ജോസഫ്, VR സുനിൽകുമാർ, സേവ്യർ ചിറ്റിലപ്പള്ളി, ET ടൈസൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. TCV തൃശൂർ. പാലിയക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ നാളെ വാദം കേൾക്കും. ദേശീയപാത അതോറിറ്റിയും കരാറുകാരുമാണ് ഹർജി നൽകിയത്. ആദ്യ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഹർജികൾ തള്ളാനായിരുന്നു ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നീക്കം. സോളിസിറ്റർ ജനറലിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ഷാജി കോടങ്കണ്ടത്ത് തുടങ്ങിയവർ ഫയൽ ചെയ്ത ഹർജിയിലായിരുന്നു 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. പൊന്നിൻ ചിങ്ങമാസത്തെ വരവേറ്റ് കേരളം. പ്രതീക്ഷയുടെ ചിങ്ങപ്പിറവി മലയാള വർഷപ്പിറവി കൂടിയാണ്. ഇനി ഓണനാളുകൾക്കായുള്ള കാത്തിരിപ്പ്. മഴയൊഴിഞ്ഞ് മാനം തെളിയുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ഭക്തജനപ്രവാഹം. വിവാഹത്തിരക്ക് കൂടിയതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമായി. നഗരത്തിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തർക്ക് ദർശനം നടത്താൻ സാധിച്ചത്. പുലർച്ചെ 5 മുതൽ 4 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് ആരംഭിച്ചത്. വിവാഹ മണ്ഡപത്തിന് സമീപത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കിഴക്കേ നടയിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് ഭക്തരെ നിയന്ത്രിച്ചു.
വിവാഹം ഷീട്ടാക്കിയവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം താൽക്കാലിക കൗണ്ടർ പ്രവർത്തിച്ചു. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നവരെ മാത്രമാണ് കല്യാണ മണ്ഡപത്തിന് സമീപത്തേക്ക് കടത്തിവിട്ടത്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും 100 വിവാഹങ്ങൾ നടന്നു. 180 വിവാഹങ്ങളാണ് ഇന്നത്തേക്ക് ഷീട്ടാക്കിയിരുന്നത്. വിവാഹ തിരക്ക് വർദ്ധിച്ചതോടെ ക്ഷേത്രനഗരിയിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾ നിറഞ്ഞു. ഇതോടെ റോഡരികിൽ പാർക്ക് ചെയ്യേണ്ട സ്ഥിതിയായി. വൺ വേ സംവിധാനമായിരുന്നിട്ട് കൂടി വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെയും സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചിരുന്നു. ചിങ്ങമാസത്തിൽ റെക്കോർഡ് വിവാഹങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കാറ്. ഇത്തവണ ചിങ്ങത്തിൽ 1500ഓളം വിവാഹങ്ങളാണ് ഇതുവരെ ഷീട്ടാക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള കണക്കാണിത്. ഇത് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഒന്നാം ഓണദിനമായ സെപ്റ്റംബർ 4-ന് 87 വിവാഹങ്ങളുണ്ട്. തിരുവോണ ദിവസം 5 വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 190 വിവാഹങ്ങൾ ഷീട്ടാക്കിയ ഓഗസ്റ്റ് 31-നാണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത്. TCV ന്യൂസ്, ഗുരുവായൂർ. ചിങ്ങം 1-ന് TCVക്ക് 22ാം പിറന്നാൾ. 23ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകർ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തൃശൂരിന്റെ ദൃശ്യമാധ്യമ വാർത്താശീലങ്ങളിലേക്ക് നാടിന്റെ ഹൃദയസ്പന്ദനവുമായാണ് TCV കടന്നുവന്നത്. വാർത്തകൾ ആഘോഷങ്ങളുടെ കെട്ടുകാഴ്ചകളാകുമ്പോൾ നാട്ടുവഴിയോരങ്ങളിലെ ആരും കാണാത്ത ജീവിതങ്ങളിലേക്ക് ഞങ്ങൾ ക്യാമറ തിരിക്കുന്നു. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കാണാക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. 22ാം പിറന്നാൾ ദിനത്തിൽ അഭിമാനത്തോടെ പറയാൻ കഴിയും തൃശൂരിന്റെ ശബ്ദമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന്. ജില്ല കുലുങ്ങിയ വാർത്താ മുഹൂർത്തങ്ങൾ, സാംസ്കാരിക തലസ്ഥാനം നെഞ്ചിടിപ്പോടെ കണ്ട ചരിത്ര സാക്ഷ്യങ്ങൾ, വിവിധ മേഖലകളിലെ കണ്ണീരും കിനാവും കിരീട നേട്ടങ്ങളും. എപ്പോഴും ഞങ്ങളുടെ വാർത്താ സംഘം ജാഗരൂകരാണ്. സമകാലീന യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളുലയ്ക്കുന്ന നേർചിത്രങ്ങൾ വിട്ടുപോകുന്നേയില്ല. സാമൂഹ്യ ഉത്തരവാദിത്വം മറക്കാതെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ ഞങ്ങൾ അധികാരികൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. ഒപ്പം നാടിന്റെ അഭിമാന നിമിഷങ്ങളിലെ നിറകൺചിരികളിൽ കൂടെ കൂടി ആഘോഷിക്കുന്നു. ദൃശ്യമാധ്യമ രംഗത്തെ കടുത്ത മത്സര കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോഴും നിലപാടുകളിൽ TCVക്ക് വിട്ടുവീഴ്ചയില്ല. പ്രേക്ഷക ലക്ഷങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെ ഞങ്ങൾ മുന്നോട്ടു പോവുകയാണ്. വാർത്തകളുടെ വഴിയിൽ, വസ്തുതകളുടെ ദിശയിൽ. ന്യൂസ് ഡെസ്ക്, TCV. തൃശൂർ ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഞായറാഴ്ച ജില്ലയിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മാസം 20 വരെ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ശക്തമായ മഴയെ തുടർന്നാണ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനാണ് നടപടി. രാവിലെ 8 മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടിയാണ് ഉയർത്തിയത്. ഇതോടെ 5 ഇഞ്ച് വീതം ഷട്ടറുകൾ തുറന്നു. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. 10 വയസ്സായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 50കാരനെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവത്ര അതിർത്തി മാമ്പുള്ളി വീട്ടിൽ സുഭാഷാണ് അറസ്റ്റിലായത്. കുട്ടിയുടെ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കേസെടുത്ത വിവരം അറിഞ്ഞ് തമിഴ്നാട്ടിലെ പഴനിയിൽ ഒളിവിൽ കഴിയവെയാണ് പിടികൂടിയത്. SI ശരത്, CPOമാരായ G അരുൺ, പ്രദീപ്, രഞ്ജിത്ത്, അരുൺ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. കൊമ്പൻ കുളക്കാടൻ കുട്ടിക്കൃഷ്ണനാണ് ആനയോട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടഞ്ഞോടിയത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. 11 ആനകളാണ് ആനയൂട്ടിനെത്തിയത്. ആനയൂട്ട് കഴിഞ്ഞ് കൊട്ടിലായ്ക്കൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടയിലാണ് കുളക്കാടൻ കുട്ടിക്കൃഷ്ണൻ ഇടഞ്ഞത്.
അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിക്കുകയും കൊമ്പ് കോർക്കുകയും ചെയ്തു. പെട്ടെന്ന് മറ്റാനകളെ പാപ്പാന്മാർ സ്ഥലത്തു നിന്നും മാറ്റി. ആനകൾ ഇടഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടി. പലർക്കും നിസ്സാര പരിക്കേറ്റു. സമീപത്തെ താൽക്കാലിക കടകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആനയെ പാപ്പാന്മാർ തളച്ചു. കുളക്കാടൻ കുട്ടിക്കൃഷ്ണന്റെ പാപ്പാൻ ഷൈജുവിന് താഴെ വീണ് തോളിന് പരിക്കേറ്റു. അമ്പാടി മഹാദേവൻ എന്ന ആനയ്ക്ക് ഇടത്തെ കൊമ്പിന് താഴെ പരിക്കേറ്റിട്ടുണ്ട്. കയ്പമംഗലം 3 പീടികയിൽ പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണ ശ്രമം. അറവുശാല പെട്രോൾ പമ്പിന് സമീപം ഖാദർ സ്റ്റോഴ്സാണ് കുത്തിത്തുറന്നത്. കടയുടെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മേശവലിപ്പ് തുറന്നിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കടയുടമ പറഞ്ഞു. ഞായറാഴ്ച രാവിലെയാണ് മോഷണ ശ്രമം നടത്തിയിട്ടുള്ളത്. കടയിൽ കയറിയ ആളുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒൻപത് വർഷമായി നിർമ്മാണം നിലച്ച അയ്യന്തോൾ മോഡൽ റോഡിന്റെ പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. 21 വർഷം മുൻപാണ് ഈ റോഡിന്റെ പണി ആരംഭിച്ചത്. അയ്യന്തോൾ നിർമ്മല സ്കൂൾ മുതൽ പുഴയ്ക്കൽപ്പാടം ജംഗ്ഷൻ വരെയുള്ള 2 കിലോമീറ്റർ ദൂരമാണ് ഇനിയും പൂർത്തിയാകാനുള്ളത്. 5 വർഷം മുൻപ് മോഡൽ റോഡിനായി 20 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ വർഷങ്ങളായി ഇവിടെ റോഡ് വികസനം നടക്കുന്നില്ല. വികസനം നടക്കാത്തതിനാൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായിരിക്കുകയാണ്. 20 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് പുതിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് 25 മീറ്റർ വീതിയിൽ റോഡ് പണിയണമെന്ന തീരുമാനം വന്നത്. ഇതുമൂലം സ്ഥലം അളക്കൽ, കല്ലിടൽ തുടങ്ങിയ നടപടികൾ പുനരാരംഭിക്കണം. പുതിയതായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അലൈൻമെന്റ് നിശ്ചയിക്കുന്നത് പക്ഷപാതരഹിതമാകണമെന്ന് അയ്യന്തോൾ ജനകീയ സമിതി ആവശ്യപ്പെട്ടു. സ്ഥലവും കെട്ടിടവും നഷ്ടപ്പെടുന്നവർക്ക് നീതിപൂർവമായ നഷ്ടപരിഹാരം മുൻകൂർ നൽകണം. വ്യാപാരികളെ പുനരധിവസിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അയ്യന്തോൾ വയല കൾച്ചറൽ സെന്റർ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഉപഭോക്തൃ സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. TI K മൊയ്തു, ഭാസ്കരൻ K വടക്കേതിൽ, വിനോദ് കുറുവത്ത്, PS നാരായണൻകുട്ടി, പ്രൊഫസർ രാജു ജോൺ, TM രഘുനന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. പ്രശസ്ത വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വീടിന്റെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തൃശൂർ പൂരം ഉൾപ്പെടെ കേരളത്തിലെ പ്രസിദ്ധമായ പൂരങ്ങളിൽ വെടിക്കെട്ടിന് നേതൃത്വം നൽകിയിരുന്നു. അടുത്തിടെയുണ്ടായിരുന്ന വെടിക്കെട്ട് അപകടങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്തിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരുന്നതായാണ് അറിയുന്നത്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സർവ്വദേശീയ സാഹിത്യോത്സവം തൃശൂരിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിന് MT ഓഡിറ്റോറിയം എന്ന പേരിടലും മന്ത്രി നിർവഹിച്ചു. മന്ത്രി ഡോക്ടർ R ബിന്ദു ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ, കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 21 വരെ നടക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിൽ കലാസാംസ്കാരിക പരിപാടികളടക്കം 70ഓളം സെഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ഡോക്ടർ ബിന്ദു, ഏറ്റവും ആദരണീയനായ ഫെസ്റ്റിവലിൻ്റെ പരിപ്രേക്ഷ്യം അക്ഷരാർത്ഥത്തിൽ ഈ സദസ്സ് മുമ്പാകെ അവതരിപ്പിക്കുന്ന സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റും സാർവദേശീയ തൃശൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് ഗജഘോഷയാത്രയുമുണ്ടായി. തുടർന്ന് പഞ്ചാരിമേളവും അരങ്ങേറി. കുവൈറ്റ് കലാ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണവും വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും തൃശൂരിൽ നടന്നു. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കലാ ട്രസ്റ്റ് ചെയർമാൻ AK ബാലൻ അധ്യക്ഷത വഹിച്ചു. KV അബ്ദുൽ ഖാദർ, KK സുദർശൻ, മേയർ MK വർഗീസ്, ബെന്യാമിൻ തുടങ്ങിയവർ സംസാരിച്ചു. തകർന്നടിഞ്ഞ അത്താണി പൂമല റോഡിലൂടെ ദുരിതയാത്ര.
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കോലം തകർന്ന റോഡിലെ കുഴിയിലിട്ട് മൂടി ജനകീയ പ്രതിഷേധം. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായ പൂമല ഡാമിലേക്ക് കൂടിയുള്ള പാതയിലാണ് വഴി തടഞ്ഞ് വേറിട്ട സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. സമരം DCC സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. CT പോൾ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി സാജൻ, ജോജോ കുര്യൻ, KJ ജെറി, ലിസി രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വിവാഹ ചടങ്ങിനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പതിവിൽ കവിഞ്ഞ സുരക്ഷ. സാധാരണ ക്ഷേത്രനടയിലെത്തുമ്പോൾ BJP പ്രവർത്തകരും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവരെ ഒഴിവാക്കിയാണ് ഇത്തവണ എത്തിയത്. ബന്ധുവും കോഴിക്കോട് സ്വദേശിയുമായ ഭുവനേന്ദ്രൻ നായർ ലതാ ദമ്പതികളുടെ മകൾ സിത്താരയുടെ വിവാഹ ചടങ്ങിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. വിവാഹ മണ്ഡപത്തിന്റെ സുരക്ഷാ വേലിക്കകത്ത് പ്രവേശിച്ച് താഴെ നിന്ന് ചടങ്ങുകൾ വീക്ഷിച്ച സുരേഷ് ഗോപി വൈകാതെ മടങ്ങി. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ മാൻഹോളിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകുന്നു. രൂക്ഷമായ ദുർഗന്ധത്തിൽ വലഞ്ഞ് യാത്രക്കാർ. പടിഞ്ഞാറേനടയ്ക്കും കൈരളി ജംഗ്ഷനും ഇടയിലുള്ള മാൻഹോളിൽ നിന്നാണ് മാസങ്ങളായി ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകുന്നത്. രാവിലെയും മഴ ശക്തമാകുമ്പോഴും മാലിന്യത്തിന്റെ കുത്തൊഴുക്ക് വർദ്ധിക്കും. റോഡിന് നടുവിലെ മാൻഹോളിൽ നിന്നുള്ള മലിനജലം കാനയിലേക്കാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രികരുടെ ദേഹത്തേക്ക് മലിനജലം തെറിക്കുന്നുണ്ട്. ചുറ്റുവട്ടത്ത് ദുർഗന്ധവും രൂക്ഷമാണ്. ഇതുമൂലം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. ലൈനിൽ ബ്ലോക്ക് വരുമ്പോഴാണ് മാലിന്യം പുറത്തേക്കൊഴുകുന്നത്. പരാതികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മാൻഹോൾ വൃത്തിയാക്കാറുണ്ടെങ്കിലും വീണ്ടും പഴയപടിയാകും. ഇതുവരെ ശാശ്വത പരിഹാരം കാണാനായിട്ടില്ല. 25 കോടി രൂപ ചെലവിട്ട് പൂർത്തീകരിച്ച പദ്ധതി 2022 ഏപ്രിൽ 16 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. പദ്ധതി കമ്മീഷൻ ചെയ്ത് വർഷം തികയുമ്പോഴേക്കും മാലിന്യം പുറത്തേക്കൊഴുകാൻ തുടങ്ങി. ഇതേ തുടർന്ന് മാൻഹോളുകളിൽ ഇറങ്ങി വൃത്തിയാക്കാവുന്ന തരത്തിലുള്ള യന്ത്രം വാങ്ങിയിരുന്നു. ഈ ലക്ഷങ്ങൾ വെള്ളത്തിലായെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വാട്ടർ അതോറിറ്റിക്കാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതി സ്വീകരിക്കാൻ പോലും വാട്ടർ അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്ത അവസ്ഥയാണെന്ന് വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. ഈ മാൻഹോളുകൾ സംരക്ഷിക്കേണ്ട ആൾക്കാര് വാട്ടർ അതോറിറ്റിയാണ്. ഈ വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ പോയാൽ ഒരു ഉദ്യോഗസ്ഥൻ AE ALC അടക്കം ആരുമില്ല. ആരുടെ അടുത്തും നമ്മൾ പരാതി പറയും. ഈ മാൻഹോളുകൾ കൃത്യമായി ശുചീകരിച്ചിരുന്നു വെച്ചാൽ ഇങ്ങനെ ഒരു പുറത്തേക്ക് അഴുക്ക് വെള്ളം ഒഴുകണ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇതിന്റെ അഴുക്കുചാൽ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് ഒരു വലിയൊരു യന്ത്രം കൊടുത്തിരുന്നു. ആ യന്ത്രം ഇപ്പൊ എവിടെ? അന്ന് ആ സമയത്ത് കൃത്യമായി ക്ലീനിങ് നടന്നിരുന്നു. ഓരോ മാൻഹോളും ക്ലീനിങ് നടന്നിരുന്നു. ഇപ്പൊ ക്ലീനിങ് നടക്കാത്തതുകൊണ്ട് എവിടെ ബ്ലോക്ക് വന്നാലും ഈ മാൻഹോളുകൾ പൊട്ടി പുറത്തേക്ക് ഒഴുകും. മാൻഹോളുകളുടെ വശങ്ങളിലെ ടാറിംഗ് ഇളകിയത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ശോഭ പരാതിപ്പെട്ടു. നഗരം മാലിന്യമുക്തമാക്കേണ്ട നഗരസഭ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിക്കുന്നതും നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, ഗുരുവായൂർ. 171 ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന്റെ തുടക്കം കുറിച്ച് ശ്രീനാരായണ ധർമ്മ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. ഡോക്ടർ VK ഗോപിനാഥൻ, പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ജയൻ തോപ്പിൽ, ശിവദാസ് മങ്കുഴി, SNVP യോഗം ഡയറക്ടർ ജിനേഷ് K വിശ്വനാഥ്, അജിത സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 7 ഉച്ചതിരിഞ്ഞ് കണിമംഗലം വലിയാലുക്കൽ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ജയന്തി ഘോഷയാത്ര കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ സമാപിക്കും. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം.
കർഷക ദിനത്തിൽ വ്യത്യസ്തനായ ഒരു കർഷകനെ പരിചയപ്പെടാം. ഫാൽക്കൺ ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന് ചുക്കാൻ പിടിക്കുമ്പോഴും കൃഷിയിടത്തിലാണ് മൊയ്തുണ്ണിയുടെ മനസ്സ്. കൃഷിയും വളർത്തുജീവികളും മൊയ്തുണ്ണിക്ക് ജീവവായുവാണ്. പെരുമ്പിലാവിലെ വീടിനോട് ചേർന്നുള്ള 12 ഏക്കർ കൃഷിയിടത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും മൊയ്തുണ്ണി വെറുതെ ഇട്ടിട്ടില്ല. കമുക്, തെങ്ങ്, കുരുമുളക്, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വിവിധയിനം വാഴകൾ, ഫലവൃക്ഷങ്ങൾ തുടങ്ങി ഒട്ടേറെ നാടൻ വിളകൾ തഴച്ചു വളരുന്നു. കൂടാതെ വിദേശ ഫലവർഗ്ഗങ്ങളും ഇവിടുത്തെ അപൂർവ കാഴ്ചയാണ്. 10 ഏക്കറോളം വിസ്തൃതമായിട്ടുള്ള ഈ പ്ലോട്ടിൽ ഇഷ്ടംപോലെ പലതരത്തിലുള്ള വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സും അതേപോലെ പശുഫാമാണെങ്കിലും ആടിൻ്റെയും കോഴികളുടെയും ഒക്കെ ഫാമൊക്കെ ആണെങ്കിലും ഇവർക്കതൊരു പുതിയ അനുഭവമാണ്. എനിക്ക് തീർച്ചയായിട്ടും നിശ്ചയമുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ നാളെ അഗ്രികൾച്ചറിലേക്ക്, കൃഷിയിലേക്കും മണ്ണിലേക്കും മടങ്ങുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. 35 പശുക്കളുള്ള ഹൈടെക് തൊഴുത്ത്, ആടുകളുടെ കൂട്, വീട്ടുമുറ്റത്ത് വിഹരിക്കുന്ന കോഴികളും താറാവുകളും, ലക്ഷങ്ങൾ വിലമതിക്കുന്ന അപൂർവ ഇനം അലങ്കാര പക്ഷികൾ, ഇവയെല്ലാം അണമുറിയാത്ത സംഗീതത്തിന്റെ കൂട്ടോടെ സന്തോഷമായി കഴിയുന്നു. കർഷക കുടുംബത്തിലാണ് മൊയ്തുണ്ണിയുടെ ജനനം. പിതാവ് മുഹമ്മദിൽ നിന്നാണ് കൃഷി അറിവുകൾ പകർന്നു കിട്ടിയത്. പണ്ട് കൃഷി മാത്രമായിരുന്നു വരുമാനം. പിന്നീട് വിദേശത്ത് പോയി. അവിടെ തുടങ്ങിയ ചെറിയ കച്ചവടത്തിൽ നിന്ന് വലിയ വ്യവസായ ഗ്രൂപ്പിലേക്ക് വളർന്നു. പ്രതിസന്ധികളിൽ തളരാതെ നിർത്തിയത് പണ്ട് കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിച്ച ഊർജ്ജമായിരുന്നുവെന്ന് മൊയ്തുണ്ണി പറയുന്നു. മുട്ട, പാൽ, നെയ്യ്, തൈര് തുടങ്ങിയവ വിൽക്കാൻ ഫാമിനോട് ചേർന്ന ഔട്ട്ലെറ്റ് ഉണ്ട്. കൃഷി, മൃഗസംരക്ഷണം എന്നിവയിൽ നിന്ന് ഒരു വർഷം 20 ലക്ഷത്തോളം രൂപ വരുമാനം ലഭിക്കുന്നു. TCV ന്യൂസ്, കുന്നംകുളം. പാവറട്ടി മെർച്ചന്റ്സ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽ 11-ാം വാർഡ് മുനക്കക്കടവിൽ താമസിക്കുന്ന നളിനിക്കും മകൾക്കും കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര താക്കോൽ കൈമാറി. മെർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, ജില്ലാ പഞ്ചായത്ത് അംഗം VM മുഹമ്മദ് ഗസാലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്കരോഗത്തെയും അർബുദത്തെയും തുടർന്ന് ചികിത്സയിലായ ദമ്പതികൾ ചികിത്സാ സഹായം തേടുന്നു. മുണ്ടത്തിക്കോട് അയ്യപ്പൻകാവിന് സമീപം താമസിക്കുന്ന പാമ്പുങ്ങൽ രംഗൻ സന്ധ്യ ദമ്പതികളാണ് വൃക്ക അർബുദ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. അച്ഛനും അമ്മയും രോഗബാധിതരായതിനെ തുടർന്ന് +1, +2 വിദ്യാർത്ഥികളായ 2 മക്കൾ പഠനം നിർത്തി. സ്വന്തമായി വീടോ ചികിത്സയ്ക്ക് പണമോ ഇല്ലാതെ കുടുംബം വലയുകയാണ്. ഈ സാഹചര്യത്തിൽ നാട്ടുകാർ മുൻകൈയെടുത്ത് രംഗൻ സന്ധ്യ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രംഗനും സന്ധ്യയ്ക്കും കുട്ടികൾക്കും ഒരു വീട് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. വീട് പണിക്കും ചികിത്സാ സഹായത്തിനുമായി സുമനസ്സുകളുടെ സഹായം സ്വീകരിക്കാൻ മുണ്ടത്തിക്കോട് കേരള ഗ്രാമീൺ ബാങ്കിൽ ജനകീയ സമിതിയുടെ പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗ്രാമീണ ബാങ്കിന്റെ 407310105356 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇനി വാണിജ്യം. ജോസ്കോ ജ്വല്ലേഴ്സിന്റെ തൃശൂർ പാലസ് റോഡിലെ നവീകരിച്ച ഷോറൂം തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. ജോസ്കോ ഗോൾഡ് ടവർ തിളക്കമേറിയ പുതിയ രൂപത്തിൽ ഉദ്ഘാടനം ഓഗസ്റ്റ് 18-ന്. സിനിമാ താരം ഐശ്വര്യലക്ഷ്മിയാണ് ഉദ്ഘാടക. ചടങ്ങിന് ഞാൻ എത്തുന്നുണ്ട്. നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്യൂദെ ഇവാന ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്, എക്കണോമിക് ഡിസൈനർ കളക്ഷൻസ് എന്നിവയാണ് നവീകരിച്ച ഷോറൂമിന്റെ പ്രധാന ആകർഷണം. ആഭരണ പ്രേമികൾക്ക് വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവം ഉറപ്പിക്കുന്ന അതിവിപുലവും ആകർഷകവുമായ കളക്ഷനുകളും ഓഫറുകളും നവീകരിച്ച ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് MDയും CEOയുമായ ടോണി ജോസ് അറിയിച്ചു. ട്രെൻഡി, ലൈറ്റ് വെയ്റ്റ്, കാഷ്വൽ, പാർട്ടി വെയർ ആഭരണങ്ങൾ, ഡെയിലി വെയർ കളക്ഷൻസ്, വെഡ്ഡിംഗ് സെറ്റ്സ്, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് തുടങ്ങി ആഭരണങ്ങളുടെ നീണ്ട നിര തന്നെ ജോസ്കോ ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം സ്വർണം മാറ്റിവാങ്ങുമ്പോൾ 1000 രൂപ അധികമായി ലഭിക്കുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് 60% വരെ കിഴിവും ലഭിക്കും. നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങളുമുണ്ട്. കൂടാതെ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു സ്വിഫ്റ്റ് കാറും സമ്മാനമായി ലഭിക്കും. ജോസ്കോ ജ്വല്ലേഴ്സ്, ഗോൾഡ് ടവർ, പാലസ് റോഡ്, തൃശൂർ. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജിമാർട്ടിന്റെ 61ാമത് ഹൈടെക് ഷോറൂം തൃശൂർ പൂത്തോളിൽ പ്രവർത്തനം ആരംഭിച്ചു.
സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദലത്ത് ജിമാർട്ടിന്റെ തൃശൂരിലെ 10ാമത് ഷോറൂമാണ് പൂത്തോളിലേത്. റവന്യൂ മന്ത്രി കെ രാജൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പി ബാലചന്ദ്രൻ MLA ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്ത്, ഷൈനി ഗോപു നന്ദലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ഗോപു നന്ദലത്ത് ജിമാർട്ടിന്റെ 61ാമത് ഹൈടെക് ഷോറൂമാണ് ഞങ്ങൾ തൃശ്ശൂരിൽ സമർപ്പിച്ചത്. വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദലത്ത് ജിമാർട്ട് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 സ്ഥാപനമാക്കാൻ എനിക്ക് സാധിച്ചു. അതിൽ ഞങ്ങളെ നല്ലവരായ കസ്റ്റമറുടെ സഹകരണവും പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഗോപു നന്ദലത്ത് ജിമാർട്ടിൽ നിലനിർത്താൻ സാധിച്ചത്. ഈ ഓണക്കാലത്ത് ഗോപു നന്ദലത്ത് ജിമാർട്ട് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. ഞങ്ങൾ വക്കാലക്ക ഓഫറിലൂടെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ സമ്മാനമായി നൽകുന്നു. അതിനോടൊപ്പം തന്നെ 5 ഹ്യുണ്ടായി കാറുകളും 100 LED, 100 റെഫ്രിജറേറ്റർ, 100 വാഷിംഗ് മെഷീൻ ഇതെല്ലാം ഞങ്ങൾ ഗോപു നന്ദലത്ത് ജിമാർട്ട് നറുക്കെടുപ്പിൽ സമ്മാനമായി നൽകുകയാണ്. കൂടാതെ അത്തം 10ഓണം ഓരോ ദിവസവും ഞങ്ങൾ 1 lakh rupees വെച്ച് എവറി ഡേ കസ്റ്റമേഴ്സിനെ നറുക്കെടുപ്പിൽ സമ്മാനമായി നൽകും. ഇതെല്ലാം ഗോപു നന്ദലത്ത് ജിമാർട്ടിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ 3/4 പങ്കും ഈ ഓണക്കാലത്ത് ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളുമായിട്ട് ഓഫറുകളുമായി നൽകുകയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടാണ് നന്ദലത്ത് ജിമാർട്ട് നൽകുന്നത്. കേരളത്തിലുടനീളമുള്ള എല്ലാ നന്ദലത്ത് ജിമാർട്ട് ഷോറൂമുകളിൽ നിന്നും 2025 ജൂലൈ 20 മുതൽ 2026 ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ജിമാർട്ട് വക്കാലക്ക ഓഫറിലൂടെ കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 5 ഹ്യുണ്ടായി എക്സ്റ്റർ കാറുകൾ, 100 LED ടിവികൾ, 100 വാഷിംഗ് മെഷീനുകൾ, 100 റെഫ്രിജറേറ്ററുകൾ എന്നിവ നറുക്കെടുപ്പിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനമായി നേടാം. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്കും പർച്ചേസ് ചെയ്യുന്നവർക്കുമായി വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഓരോ മണിക്കൂറിലും ഒരു 32 ഇഞ്ച് LED TV വീതം 10 ടിവികൾ സമ്മാനമായി നൽകി. ചില്ലാക്സ് ഓഫറിന്റെ സമ്മാനദാനവും ഇതോടൊപ്പം നടന്നു. നന്ദലത്ത് ജിമാർട്ട് അത്തം 10ഓണം ലാഖ്പതി ഓഫർ അടക്കം നിരവധി സമ്മാന പദ്ധതികളാണ് നന്ദലത്ത് ജിമാർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഫുട്ബോൾ താരം IM വിജയൻ, ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്ത്, ഡയറക്ടർ ഐശ്വര്യ ഗോപു നന്ദലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത്, CEO PA സുബൈർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ NP ജോയ്, ഡിവിഷൻ ഹെഡ് M പ്രവീൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9270, പവന് 74,160. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന് സുരേഷ് ഗോപി. വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ TN പ്രതാപൻ നാളെ പോലീസിൽ മൊഴി നൽകും. ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാമെന്ന് സുരേഷ് ഗോപി കരുതേണ്ടെന്ന് TN പ്രതാപൻ. സംസ്ഥാനതല കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര നിയമം മാറ്റണമെന്ന് മുഖ്യമന്ത്രി. പാലിയക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ നാളെ വാദം നടക്കും. ദേശീയപാത അതോറിറ്റിയും കരാറുകാരുമാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ചിങ്ങമാസത്തെ പ്രതീക്ഷയോടെ വരവേറ്റ് മലയാളികൾ. ഇനി ഓണനാളുകളിലേക്കുള്ള കാത്തിരിപ്പ്. TCVക്ക് ഇന്ന് 22ാം പിറന്നാൾ. തൃശൂർ ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.